ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഗോസിപ്പ് അഥവാ പരദൂഷണം. നിങ്ങൾ ആരെക്കുറിച്ചെങ്കിലും പരദൂഷണം പറഞ്ഞിട്ടുണ്ടോ? ഗോസിപ്പിൽ പങ്കാളിയാകാറുണ്ടോ? മിക്കവരുടെയും ഉത്തരം യെസ് ആയിരിക്കും കേട്ടോ. നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും ഗോസിപ്പ് പറയുന്നത് കേൾക്കുമ്പോൾ സങ്കടം തോന്നാറുണ്ടോ? അതിനും യെസ് ആയിരിക്കും ഉത്തരം. അപ്പോൾ ഒരു വശത്ത് നമ്മൾ പരദൂഷണം പറയുകയും മറുഭാഗത്ത് ആരെങ്കിലും നമ്മെപ്പറ്റി പരദൂഷണം പറയുന്നു എന്ന് കേട്ടാൽ സങ്കടപ്പെടുകയും ചെയ്യുന്നതിൽ വലിയ ന്യായീകരണമൊന്നുമില്ലല്ലേ. ആരും പരദൂഷണം പറയാൻ പാടില്ല, ഗോസിപ്പൊക്കെ നമ്മൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ഒരു കാരണം എന്താണെന്നോ, ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരെക്കുറിച്ചുള്ള ഒരു ഇൻഫോർമേഷൻ പലപ്പോഴും കിട്ടുന്നത് ഈ ഗോസിപ്പിലൂടെയാണ്. അത് ശരിയാകണമെന്നില്ല. ഇപ്പം നമ്മളൊരു പുതിയ സ്ഥലത്ത് ചെല്ലുന്നു, അവിടെ ആരെയും നമുക്ക് പരിചയമില്ല, അവരെപ്പറ്റി കൃത്യമായിട്ട് അറിയാനുള്ള മാർഗവുമില്ല. പക്ഷേ ആ സ്ഥലത്തുള്ള ആളുകളെക്കുറിച്ച് കുറച്ചൊക്കെ വിവരങ്ങൾ ഈ ഗോസിപ്പിലൂടെ നമുക്ക് ലഭിക്കും. അങ്ങനെ ലഭിക്കുന്ന വിവരങ്ങൾ മുഴുവൻ വിശ്വസിക്കണം എന്നില്ല. അപ്പോൾ ആളുകളെക്കുറിച്ചുള്ളൊരു ഡാറ്റയായിട്ട് അതിനെ കരുതിയാൽ മതി. നമ്മൾ ചില സ്ഥലത്തൊക്കെ ട്രാൻസ്ഫർ ആയി ചെല്ലുമ്പോൾ ആളുകൾ വന്ന് പറയും അവിടെയുള്ള ചില ആളുകളെ പറ്റി, അയാൾക്ക് കടം കൊടുക്കുന്നത് സൂക്ഷിക്കണം, കൊടുത്താൽ തിരിച്ച് തരില്ല. ഇതൊക്കെ നമ്മൾ അറിയണത് ഈ ഗോസിപ്പിലൂടെയാണ്. ഈ കിട്ടുന്ന ഈ ഡാറ്റ അല്ലെങ്കിൽ വിവരങ്ങൾ ശരിയാണോ എന്ന് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്ത് നമ്മുടേതായിട്ടുള്ള കൺക്ലൂഷനിലെത്താം. പക്ഷെ അവിടെയുള്ള ആളുകളെക്കുറിച്ച് കുറേ വിവരങ്ങൾ കിട്ടുന്നത് ഈ ഗോസിപ്പിലൂടെയാണ്. ഈ ഗോസിപ്പ് എന്നുള്ളത് അല്ലെങ്കിൽ പരദൂഷണം ആളുകൾ ഒരുപാട് എൻജോയ് ചെയ്യാറുമുണ്ട്. കമ്മ്യൂണിക്കേഷൻ പലതരത്തിലുണ്ടല്ലോ. ചിലരുമായിട്ട് നമുക്ക് സംസാരിച്ചിരിക്കാൻ യാതൊരു താല്പര്യവും ഇല്ല, പക്ഷേ ചില ആളുകളുമായിട്ട് മണിക്കൂറുകളോളം സംസാരിച്ചിരുന്നാലും നമുക്ക് ഒരു മുഷിപ്പും തോന്നില്ല. നമ്മളിങ്ങനെ എൻജോയ് ചെയ്യുന്ന സംഭാഷണ രീതിക്ക് പറയുന്ന പേരാണ് സമാന്തര ഭാഷണം. അത് എത്ര നേരം വേണമെങ്കിലും നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. പരദൂഷണം ഒരു സമാന്തര ഭാഷണമാണ്. സമാന്തര ഭാഷണം എന്ന് പറഞ്ഞാൽ ആ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അത് എൻജോയ് ചെയ്യുന്നു. അപ്പോൾ ഗോസിപ്പ് എന്താണെന്ന് നമുക്കറിയാം. ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാളെപ്പറ്റി നല്ലതല്ലാത്ത കാര്യങ്ങൾ പറയുന്നതിനെയാണ് നമ്മൾ സാധാരണ പരദൂഷണം എന്ന് പറയുന്നത്. ഈ പരദൂഷണം എൻജോയ് ചെയ്യാൻ രണ്ട് കാര്യങ്ങളുണ്ട്. നമുക്കൊരു സംഭാഷണം എൻജോയ് ചെയ്യണമെങ്കിൽ, നമുക്ക് ഇഷ്ടപ്പെടുന്നതാകണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റേയാൾ നമ്മളോട് സംസാരിക്കണം. നമ്മൾ ആഗ്രഹിക്കുന്ന ഭാവത്തിൽ നിന്നുകൊണ്ട് മറ്റേയാൾ നമ്മളോട് സംസാരിക്കണം. ഈ പരദൂഷണത്തിൽ ഏർപ്പെടുന്നവർ മൂന്നാമതൊരാളെക്കുറിച്ചാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമതൊരാളുടെ കുറ്റങ്ങളും കുറവുകളുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് പരസ്പരം ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് സംഭാഷണം നിർത്താനേ തോന്നില്ല. ഗോസിപ്പ് നമ്മളെല്ലാവരും എൻജോയ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും, ഈ ടീച്ചേഴ്സ് റൂമിൽ ഏറ്റവും അധികം നടക്കുന്നത് പരദൂഷണമാണ്. കാരണം ഈ ടീച്ചേഴ്സെല്ലാം പലതരത്തിലുള്ള ആളുകളുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അവരെ പറ്റിയുള്ള കുറ്റങ്ങളും കുറവുകളും അവരില്ലാത്ത സമയത്ത് പരസ്പരം പങ്കുവയ്ക്കും. അധ്യാപകരെ സംബന്ധിച്ച് അതൊരു വലിയ ഇൻഫോർമേഷൻ സോഴ്സാണ്. ഒരു കുട്ടിയെക്കുറിച്ച് കുറേ ഡാറ്റ അല്ലെങ്കിൽ വിവരങ്ങൾ അറിയുക എന്നുള്ളത്. പക്ഷേ അത് ഒരു തരത്തിൽ നമ്മളെ സഹായിക്കുന്നതാണ്. ഒരാളെക്കുറിച്ച് കുറച്ച് വിവരങ്ങളൊക്കെ അറിയുക, നമ്മൾ അയാളെ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി നമ്മുടേതായിട്ടുള്ള കൺക്ലൂഷൻ ഉണ്ടാക്കുക. അത് അധ്യാപിക എന്നുള്ള നിലയിൽ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ പരദൂഷണത്തിൻ്റെ വേറൊരു ഗുണം എന്താണെന്നോ, നമ്മൾ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആളുകൾ 2-3 പേരൊക്കെ ഇരുന്ന് ഗോസിപ്പ് നടത്താറുണ്ട്. ചിലപ്പോൾ അങ്ങനെ ചെറിയൊരു ടീം ഉണ്ടാവും. അപ്പോൾ ശരിക്കും നമ്മൾ വേറെ ആളുകളുമായിട്ട് ചേർന്ന് പരദൂഷണം പറയുമ്പോൾ ഒരു ത്രെറ്റ് ഉണ്ട്, ഈ കേൾക്കുന്ന ആളുകൾ അവരോട് ചെന്ന് പറയുമോ. പക്ഷേ നമ്മൾ വളരെ ക്ലോസ് ആയിട്ടുള്ള 2-3 പേര് ചേർന്ന് ഗോസിപ്പ് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബോണ്ടിങ് സ്ട്രെങ്തൻ ചെയ്യും. അതായത് ആ ട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണല്ലോ നമ്മളിങ്ങനെ പരദൂഷണം പറയുന്നത്. അപ്പോൾ ഈ പരസ്പര വിശ്വാസം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാനും ഈ പരദൂഷണം കാരണമാകും. ആ ഒരു ബന്ധം നമ്മൾ വളരെ വിശ്വസ്തയോടുകൂടി കാത്തു സൂക്ഷിക്കും. കാരണം അവരകന്നു പോയി കഴിഞ്ഞാൽ പണിയാകും. നമ്മൾ ഒരുപാട് പേരെക്കുറിച്ച് അവരോട് പരദൂഷണം പറഞ്ഞിട്ടുണ്ട്. അവരോടൊക്കെ ഇവർ ചെന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബോണ്ടിങ് നിലനിർത്താനും ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാനും നമ്മൾ ശ്രമിക്കും. അപ്പം അങ്ങനെ അങ്ങോട്ട് തള്ളിക്കളയാവുന്ന ഒന്നല്ല പരദൂഷണം. നമ്മുടെ സോഷ്യൽ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ പരദൂഷണത്തെ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെയുള്ള ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം, നമ്മൾ ആരെക്കുറിച്ചാണോ പരദൂഷണം പറയുന്നത് അയാൾക്ക് അയാളുടെ ഭാഗം ക്ലിയറാക്കാനുള്ളൊരു അവസരം കിട്ടുന്നില്ല. എന്നാലും നമ്മളിങ്ങനെ പരദൂഷണം തുടർന്നുകൊണ്ടേയിരിക്കും. ഒഴിവാക്കാനൊന്നും പറ്റില്ല, പക്ഷെ അതേക്കുറിച്ച് ചില കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്.
ഒന്നാമത്തെ കാര്യം, ഈ പരദൂഷണം പറയുക എന്നുള്ളത് നല്ല രസമുള്ളൊരു കാര്യമായതുകൊണ്ട് നമ്മൾ മിക്കവാറും പേര് അങ്ങനെ ബാക്കിയുള്ളവരെ കുറിച്ച് ഗോസിപ്പൊക്കെ പറയാറുണ്ട്. അവിടെ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, നമുക്ക് വളരെ അടുപ്പമുള്ള വളരെ വിശ്വസ്തരായ ആളുകളുമായിട്ട് മാത്രം പരദൂഷണത്തിൽ ഏർപ്പെടണമെന്ന് നിർബന്ധമല്ല കേട്ടോ. വളരെ മാനുഷികമായിട്ടുള്ള ഒരു കാര്യമാണ് പരദൂഷണം പറയുക എന്നുള്ളത്. അവിടെ ഇക്കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്നോ, ചില ആളുകൾ ഒരു ബോധമില്ലാതെ, അവർക്ക് വലിയ പരിചയമൊന്നുമില്ലാത്ത ഒരുപാട് ആളുകൾ ഇരിക്കുന്ന ഗ്രൂപ്പിൽ വന്നിട്ട് പരദൂഷണം പറയും. അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ പരദൂഷണം പറയുന്ന ആളിൻ്റെ ഇമേജ് വളരെ മോശമാവും. ബാക്കിയുള്ളവർ അയാളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുക? ഇയാൾ നമ്മളെക്കുറിച്ചും ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളാണ്. അപ്പോൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യും. ഇയാളുമായിട്ട് അടുക്കാൻ കൊള്ളൂല, അല്ലെങ്കിൽ ഇയാളെ വിശ്വസിക്കാൻ കൊള്ളൂല, ഇയാളുമായിട്ട് രഹസ്യങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റില്ല. ഇങ്ങനെ ഈ പരദൂഷണം പറയുന്ന ആളുടെ ഇമേജ് വളരെ മോശമാകും. ആരെക്കുറിച്ചാണോ അയാൾ പരദൂഷണം പറയുന്നത് അവരുടെ ഇമേജിനേക്കാൾ വളരെ മോശമാകും ഇയാളുടെ ഇമേജ്. രണ്ടാമത്തെ കാര്യം, പരദൂഷണം പല ലെവലിലുണ്ട്. ആളുകളെക്കുറിച്ച് വളരെ നിർദോഷമായ കാര്യങ്ങൾ, ചില തമാശകളൊക്കെ കണ്ടുപിടിച്ച് പരസ്പരം പറഞ്ഞ് രസിക്കാറുണ്ട്. അങ്ങനെ നിർദോഷമായിട്ടുള്ള പരദൂഷണം. എന്നാൽ വളരെ ഗൗരവത്തിലുള്ള പരദൂഷണമുണ്ട്. ഈ പരദൂഷണം എന്ന് പറയുമ്പോൾ തന്നെ അതിന് തെളിവൊന്നുമില്ല, കൃത്യമായിട്ട് നമുക്കറിയാവുന്ന കാര്യമല്ല. നമ്മൾ ചിലരെക്കുറിച്ച് ഊഹാപോഹങ്ങൾ നടത്തി പറയുന്നതാണ് പരദൂഷണം. അവർ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലൊന്നും പറയരുത്. നമ്മൾ പരദൂഷണം പറയാനേ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ഇത് പറയാനേ പാടില്ല. ഒരാളെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള പരദൂഷണം തീർച്ചയായിട്ടും ഒഴിവാക്കണം. വളരെ മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണത്. ഒരിക്കൽ ഒരാൾ ഒരു സന്യാസിയുടെ അടുത്ത് ചെന്ന് ഒരു സങ്കടം പറഞ്ഞു. അയാൾ അയൽക്കാരനെ കുറിച്ച് ഒരുപാട് പരദൂഷണം പറഞ്ഞു നടന്നു. പക്ഷേ ഇപ്പോൾ അയാൾക്ക് മനസ്സിലായി ആ പറഞ്ഞതൊന്നും ശരിയല്ല. അപ്പോൾ പരദൂഷണം പറഞ്ഞു നടന്ന ആൾക്ക് വിഷമമായി. അയാൾക്ക് ഒരു പശ്ചാത്താപം ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ സന്യാസി അയാളോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ വീട്ടിൽ പോയി തൂവൽ നിറച്ചൊരു തലേണിയുമായിട്ട് നാളെ ആ കുന്നിൻ്റെ മുകളിലേക്ക് വരിക. അപ്പോൾ സമയമൊക്കെ പറഞ്ഞ് തീരുമാനിച്ചു. എന്നിട്ട് ഇയാൾ വീട്ടിൽ പോയി തൂവൽ നിറച്ച തലേണിയുമായിട്ട് കുന്നിൻ്റെ മുകളിലെത്തി. അപ്പോൾ സന്യാസിയോ അവിടെ വന്നു. എന്നിട്ട് സന്യാസി അയാളോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, തലേണ കീറി അതിനുള്ളിലുള്ള തൂവലൊക്കെ നീ പുറത്തേക്ക് പറത്താൻ പറഞ്ഞു. അപ്പോൾ അയാൾ അതുപോലെ ചെയ്തു. എന്നിട്ട് അയാൾ വീട്ടിൽ പോയി. പിറ്റേ ദിവസം സന്യാസിയുടെ അടുത്ത് ചെന്നു. അപ്പം ഞാൻ ചെയ്ത കുറ്റത്തിന് ഞാൻ പരിഹാരം ചെയ്തല്ലേ? സന്യാസി പറഞ്ഞു, ഇല്ല, പരിഹാരം ആകണമെങ്കിൽ ഒരു കാര്യം കൂടി നീ ചെയ്യണം. നീ ഇന്നലെ പറത്തിവിട്ട തൂവലൊക്കെ ഇല്ലേ, അതെല്ലാം പെറുക്കി തിരിച്ചു കൊണ്ടുവരിക. അപ്പം അയാൾ പറഞ്ഞു, അയ്യോ അതെങ്ങനെ പറ്റും, ഞാനിങ്ങനെ പറത്തി എല്ലാ ഭാഗത്തേക്കും പറത്തി വിട്ടില്ലേ. നീ ചെയ്ത കുറ്റവും ഇത് തന്നെയാണ്. ഈ അപവാദം പറഞ്ഞു നടക്കുക, പരദൂഷണം പറഞ്ഞു നടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മുടെ കൺട്രോളിൽ നിന്ന് പോയി. അത് ഏതൊക്കെ വഴിക്ക് പോയി എന്ന് നമുക്കറിയില്ല. പിന്നെ അത് തിരിച്ചു പിടിക്കാൻ ഒരു സാധ്യതയില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നാലാമത്തെ കാര്യം, മറ്റുള്ളവർ എന്നെക്കുറിച്ച് പരദൂഷണം പറയുന്നു എന്നറിഞ്ഞ് വിഷമിച്ച് നടക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പലരും എന്നോട് അതേക്കുറിച്ച് സങ്കടപ്പെട്ട് പറഞ്ഞിട്ടുമുണ്ട്. അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആളുകൾ നമ്മളെക്കുറിച്ച് പരദൂഷണം പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശങ്ങൾ പലതായിരിക്കാം. അതിൽ ഒരു ഉദ്ദേശം എന്തായിരിക്കാമെന്നോ, നമ്മളോട് അസൂയുള്ള ആളുകളുണ്ടാവും, നമ്മളെ തളർത്തിക്കളയണം എന്നാഗ്രഹിക്കുന്നവരുണ്ടാവും. ചില അവസരങ്ങളിൽ നമ്മൾ അവർക്ക് ഭീഷണിയാകുന്നുണ്ടാകാം. അപ്പോൾ നമ്മൾ തളർത്തിക്കഴിഞ്ഞാലേ അവർക്ക് വിജയിക്കാൻ പറ്റൂ. അങ്ങനെയുള്ള അവസ്ഥയിൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് പരദൂഷണം. പരദൂഷണം കേൾക്കുന്ന വഴി നമ്മൾ അങ്ങനെ ആയിപ്പോയി എന്നും പറഞ്ഞ് നമുക്ക് കുഴപ്പങ്ങളും പ്രശ്നങ്ങളുണ്ടെന്നും പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ അസൂയ കൊണ്ടാണ് ഇവർ പരദൂഷണം പറയുന്നതെങ്കിൽ നമ്മളെക്കുറിച്ച് കൃത്യമായി ഒരു അവബോധം നമുക്കുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അസൂയ കൊണ്ടാണോ ഇങ്ങനെ പറയുന്നത്, നമ്മളെ തളർത്തിക്കളയാൻ വേണ്ടിയിട്ടാണോ ഇവരിങ്ങനെ പറയുന്നത്. ആ ഒരു ഉദ്ദേശത്തോടുകൂടി പരദൂഷണം നടത്തുമ്പോൾ നമ്മൾ അതിൽ എഫക്റ്റഡ് ആകുകയാണെങ്കിൽ പരദൂഷണം പറയുന്നവർക്ക് സന്തോഷമാകും. നമ്മൾ നമ്മളെ തന്നെ അനലൈസ് ചെയ്ത് അസൂയാണോ ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് കണ്ടെത്തണം. അപ്പം അതിനെ ഇഗ്നോർ ചെയ്യുക. അഞ്ചാമത്തെ കാര്യം, ഈ പരദൂഷണം കൊണ്ട് വേറൊരു പ്രയോജനമുണ്ട് കേട്ടോ. തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെപ്പറ്റി ആളുകൾ കുറ്റം പറയും. ഈ ഒരു പേടി മനസ്സിലുള്ളത് കൊണ്ട് ചില തെറ്റുകളിൽ നിന്ന് തന്നെ നമ്മൾ അകന്നു നിൽക്കാറുണ്ട്.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്നോ, നമുക്കൊരു കറക്ഷന് ഇൻഡയറക്റ്റ് ആയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഗോസിപ്പ്. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ശരിക്കും എനിക്കുള്ള കുറ്റങ്ങളും കുറവുകളും ആണോ ഇത്. അപ്പോൾ ഈ പരദൂഷണക്കാര് നമ്മുടെ ചില കുറ്റങ്ങളും കുറവുകളും നമ്മുടെ ചെവിയിലേക്ക് എത്തിക്കും. അപ്പോൾ നമ്മൾ അനലൈസ് ചെയ്യണം, അസൂയ കൊണ്ടാണോ, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും വരുന്നുണ്ടോ, നമ്മൾ കറക്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ. ഇതേക്കുറിച്ചെല്ലാം നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ് പരദൂഷണം. ഇനി 6ാമത്തെ കാര്യം, നമ്മളെക്കുറിച്ച് ആളുകൾ പരദൂഷണം പറയുന്നു, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ നടന്ന് പറയുന്നു. നമുക്ക് നല്ല വിഷമം ഉണ്ടാകും, ഇല്ലാത്ത കാര്യങ്ങളായിരിക്കാം. പക്ഷേ ഇതിനെ നേരിടുന്നതിന് ഒരു പരിധിയുണ്ട് കേട്ടോ. അപ്പം നേരത്തെ ആ സന്യാസി പറഞ്ഞ പോലെ ഇത് ആരോടൊക്കെ പറഞ്ഞു എന്ന് നമുക്കറിയില്ല, ആരെല്ലാം പിന്നെ വേറെ ആളുകളോട് പറഞ്ഞു എന്നറിയില്ല. ഇനി ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന ആളുകൾ ഏത് തരത്തിലാണ് എടുത്തിട്ടുണ്ടാവുക, എന്തൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുണ്ടാവുക, ഇതൊക്കെ മറ്റുള്ളവരോട് പറയുമ്പോൾ അവരിതേക്കുറിച്ചൊക്കെ ഗൗരവത്തിൽ ആലോചിച്ച് നമ്മളെക്കുറിച്ച് മോശമായിട്ടുള്ളൊരു ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ടാകുമോ? ഒരു നിശ്ചയമില്ല ഇതിനൊന്നും. ഇവിടെയും നമ്മൾ ഇതിങ്ങനെ ആലോചിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങളായതുകൊണ്ട് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള പ്രതികരണം അത് ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ചിന്തിച്ച് നമ്മുടെ ആരോഗ്യവും വിലപിടിപ്പുള്ള സമയവും നഷ്ടപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല, ഒരു റിസൾട്ടും അത് ഉണ്ടാക്കിത്തരാൻ പോകുന്നില്ല. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മളെക്കുറിച്ച് ഇങ്ങനെ പരദൂഷണം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നമ്മളെ ബാധിക്കും. ചിലപ്പോൾ നമ്മുടെ ബന്ധങ്ങളെ ബാധിച്ചെന്ന് വരാം, അല്ലെങ്കിൽ നമ്മുടെ കരിയറിനെ ബാധിച്ചെന്ന് വരാം. അപ്പം അങ്ങനെ ഉറപ്പുള്ള സന്ദർഭങ്ങളിൽ ഈ പരദൂഷണം പറഞ്ഞു നടക്കുന്ന ആളുകളോട് അതേക്കുറിച്ച് തുറന്ന് ചോദിക്കാൻ തയ്യാറാവണം. അവരെ പിടിച്ചു നിർത്തി ചോദിക്കണം, എന്താണ് ഇങ്ങനെ പറയാൻ കാരണം. എന്നിട്ട് പറയുക, നിങ്ങളിങ്ങനെ തമാശയ്ക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് രസിക്കാനായിരിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അവരെ ബുദ്ധിമുട്ടുകൾ കൃത്യമായിട്ട് അറിയിക്കുക. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടി ആവശ്യപ്പെടാം, ഇവർ പറഞ്ഞതുകൊണ്ട് നമുക്ക് ആരിൽ നിന്നെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പരദൂഷണം പറഞ്ഞവരോട് അവർ പറഞ്ഞത് ശരിയല്ലെന്ന് പറയാൻ ആവശ്യപ്പെടാം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഗൗരവമായിട്ട് പരദൂഷണക്കാരോട് ചർച്ച ചെയ്യാൻ തയ്യാറാവണം. നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. പരദൂഷണം പറയാത്തവരാരും തന്നെ ഉണ്ടാവില്ല അല്ലേ? മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പരദൂഷണം പറയുമ്പോൾ വിഷമം തോന്നാത്തവരുടെ എണ്ണവും കുറവായിരിക്കും. അതുകൊണ്ട് പൊതുവേ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചർച്ച ചെയ്തത്. ഇപ്പം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.